മലപ്പുറത്ത് ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ പി.വി. അൻവർ എം.എൽ.എ. റിമാൻഡിൽ 14 ദിവസത്തേക്കാണ് റിമാൻഡ്. അൻവറിനെ ഇന്ന് പുലർച്ചെ 2 മണിയോടെ തവനൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും കുറ്റിപ്പുറത്തും വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് ജയിലിലെത്തിച്ചത്. അൻവർ ഇന്ന് ജാമ്യാപേക്ഷ നൽകുമെന്നാണ് സൂചന. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, മലപ്പുറത്ത് ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ പി.വി. അൻവർ എം.എൽ.എ. റിമാൻഡിൽ ആയിരിക്കുകയാണ്. ഒപ്പം തന്നെ അൻവർ ഇന്ന് ജാമ്യാപേക്ഷ നൽകും എന്നാണ് വിവരം. വിശദമായ വിവരങ്ങൾ. നിഖിൽ, ഇന്നലെ രാത്രി ഏകദേശം 10 മണിയോടെയാണ് പി.വി. അൻവർ എം.എൽ.എയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അൻവറിന്റെ ഒതായിയിലെ വീട്ടിൽ എത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏകദേശം 9 മണിയോടുകൂടി തന്നെ ഒതായിയിലെ വീടിന് മുൻപിൽ നിരവധി പോലീസുകാർ വലിയ സന്നാഹമായി എത്തിയിരുന്നു. അതിനുശേഷമാണ് അറസ്റ്റ് നടപടികളിലേക്ക് കടന്നത്. ഇന്നലെ രാവിലെയാണ് ഈ അറസ്റ്റിന് ആസ്പദമായിട്ടുള്ള ഈ സംഭവം ഉണ്ടായത്. അതായത് പി.വി. അൻവർ എം.എൽ.എയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തകർ അടക്കമുള്ള ഒരു സംഘം ഈ ഭാഗത്ത് DFOയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തുകയും അതിനുശേഷം ഓഫീസിനുള്ളിലേക്ക് കയറി അവിടെയുള്ള വസ്തുക്കൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിലാണ് പോലീസ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. അതിനുശേഷം തന്നെ തുടർ നടപടികൾ അതിവേഗത്തിൽ തന്നെ പോലീസ് നടപ്പാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇന്നലെ നടന്ന ഈ സംഭവം അതിനുശേഷം തന്നെ ഉച്ചയ്ക്ക് ശേഷം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് വിവരങ്ങൾ അടക്കം ശേഖരിച്ചിരുന്നു. 11 പേർക്കെതിരെയാണ് കേസെടുത്തത്. പി.വി. അൻവർ ഉൾപ്പെടെ 11 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഇന്നലെ ഈ വിഷയത്തിൽ 6 പേരെയാണ്, പി.വി. അൻവർ ഉൾപ്പെടെ 6 പേരെയാണ് നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള 5 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള ഒരുക്കമാണ് നടക്കുന്നത്. ഇന്നലെ രാത്രിയിൽ ആണ് ഇത്തരത്തിലുള്ള അറസ്റ്റ് നടപടികൾ ഉണ്ടായത്. വലിയ പോലീസ് സന്നാഹത്തോടെ ഒതായിയിലെ പി.വി. അൻവറിന്റെ വീട്ടിലേക്ക് എത്തി. അതിനുശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. ഈ ഭാഗത്ത് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. പി.വി. അൻവറിന്റെ അണികൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. അതിനുശേഷം പി.വി. അൻവറിനെ വൈദ്യപരിശോധനയ്ക്ക് നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുന്നു, റിമാൻഡ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ വളരെ വേഗത്തിലാണ് പോലീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നലെ അർദ്ധരാത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികളെല്ലാം പൂർത്തീകരിച്ചു. ഏകദേശം രാത്രിയോടുകൂടി തന്നെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. 2:15 ഇന്ന് പുലർച്ചെ 2:15 പി.വി. അൻവർ എം.എൽ.എയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. അതിന് മുൻപ് തന്നെ കുറ്റിപ്പുറത്തെ ആശുപത്രിയിൽ വെച്ചും പി.വി. അൻവറിന് വൈദ്യപരിശോധന നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇന്ന് പി.വി. അൻവർ ജാമ്യാപേക്ഷ നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ പ്രതിഷേധം നടത്തിയത് കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. നിലമ്പൂരിലെ മാഞ്ചേരി കോളനിയിലെ ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു യുവാവാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ വിഷയത്തിലാണ് പി.വി. അൻവറിന്റെ നേതൃത്വത്തിൽ DFO ഓഫീസിന് മുൻപിൽ പ്രതിഷേധവും അതോടൊപ്പം തന്നെ DFO ഓഫീസിനുള്ളിലേക്ക് അതിക്രമിച്ച് കടക്കുന്ന അത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ ഉണ്ടായത്. ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് അറസ്റ്റ് അടക്കമുള്ളവ ഉണ്ടായത്. നിഖിൽ, ഒപ്പം തന്നെ ഇന്നലെ രാത്രിയിലാണ് ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. രാത്രി വൈകിയും ഇന്നലെ വൈകുന്നേരങ്ങളിലൊക്കെ മാധ്യമപ്രവർത്തകർ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനൊക്കെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അറസ്റ്റ് ഉണ്ടാവില്ല എന്ന തരത്തിലാണ് മറുപടി ലഭിച്ചത്. പിന്നീട് രാത്രിയിൽ അറസ്റ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ രാത്രിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നു. അങ്ങനെ പുലർച്ചയോടുകൂടി ജയിലിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവവികാസം അങ്ങനെ സംഭവിക്കുന്നു. അതായത് രാത്രിയിൽ അറസ്റ്റ് ചെയ്യുന്ന സമയത്തെ പ്രതിഷേധങ്ങളൊക്കെ ഒഴിവാക്കുക എന്നത് മുൻകൂട്ടി കണ്ടു തന്നെയല്ലേ ഈ രാത്രിയിലെ വീട് വളഞ്ഞുള്ള അറസ്റ്റ്? തീർച്ചയായും അതുതന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇന്നലെ വൈകുന്നേരം വരെ അത്തരത്തിലുള്ള സൂചനകൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല, അറസ്റ്റ് സൂചനകൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. പിന്നീട് പോലീസ് പി.വി. അൻവറിൻ്റെ വീട്ടിലേക്ക് പോയ സമയത്താണ് അത്തരത്തിൽ ഒരു അറസ്റ്റിനുള്ള ഒരു സാധ്യത മനസ്സിലാക്കുന്നത്. ഇത് ഒരു 7 മണിക്ക് ശേഷമാണ്, അതായത് 7 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു നിർദ്ദേശം പോലീസിൻ്റെ ഭാഗത്തുനിന്നും പി.വി. അൻവറിന് നൽകിയത്. പിന്നീട് ഒരു 8:30 കൂടുതൽ പോലീസ് സന്നാഹം പി.വി. അൻവറിൻ്റെ വീട്ടിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് മറ്റ് തുടർ നടപടികൾ, പ്രത്യേകിച്ച് DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്, അത്തരത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘമാണ് പി.വി. അൻവറിന്റെ വീട്ടിലേക്ക് പോയിരുന്നത്. അറസ്റ്റ് നടപടികൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്നതും ആദ്യം പി.വി. അൻവറിന് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകിയിരുന്നു. അപ്പോൾ തന്നെ പി.വി. അൻവർ പറഞ്ഞത് താൻ അറസ്റ്റ് വരിക്കും എന്ന് തന്നെയായിരുന്നു പറഞ്ഞത്. പിന്നീട് അദ്ദേഹം ഈ അറസ്റ്റ് ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് ഒരു ഭരണകൂട ഭീകരത എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വിഷയത്തിൽ നിരവധി രീതിയിലുള്ള പ്രതികരണങ്ങൾ അടക്കം വന്നിട്ടുണ്ട്. നമുക്കറിയാം പി.വി. അൻവറുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിരവധി കേസുകൾ ഉണ്ട്. നിലവിൽ ഇന്നലെ അറസ്റ്റ് ചെയ്തത് ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിൽ ആണ് അറസ്റ്റ് ഉണ്ടായത്. പക്ഷേ അതിനു മുൻപ് തന്നെ നിരവധി കേസുകളിൽ പി.വി. അൻവറിനെ പ്രതി ചേർത്തിട്ടുണ്ട്. അത് ഗുരുതരമായ കുറ്റങ്ങളും വകുപ്പുകളും എല്ലാം
തന്നെ ചേർത്ത കേസുകളാണ് ഉള്ളത്. മഞ്ചേരിയിലും തൃശ്ശൂരിലും കോട്ടയത്തും അടക്കം പി വി അൻവറിനെതിരെ കേസുകൾ ഉണ്ട്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചില കേസുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ പി വി അൻവറിൻ്റെ അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ കേസുണ്ട്. ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേസുണ്ട്. അത്തരത്തിൽ നിരവധി ഗൗരവമുള്ള കുറ്റങ്ങൾ ചുമത്തിയുള്ള കേസുകൾ നേരത്തെ തന്നെ പി വി അൻവറിനെതിരെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കേസുകളിലൊന്നും തന്നെ ഇതുവരെ അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ മാത്രമാണ് ഇന്നലെ ഈ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഇന്നലെ പി വി അൻവറിനെ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിട്ടുള്ള പി വി അൻവറിനെ ഇനി മറ്റു കേസുകളിൽ തുടർ നടപടികൾ എങ്ങനെ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി, ശിവദാസ്. മലപ്പുറത്ത് ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ പി വി അൻവർ MLA റിമാൻഡിൽ 14 ദിവസത്തേക്കാണ് റിമാൻഡ്. അൻവറിനെ പുലർച്ചെ 2 മണിയോടെ തവന്നൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കരമനം.